ആവശ്യമുള്ള സമയത്ത് മാറി. ആ അളയടേ, ഓ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു തരാം. ഇല്ലേ? എടാ ഞാൻ തിരിച്ചു തരാം, 2 ദിവസം കഴിയുമ്പോൾ തരാം. ഞാൻ അമ്മമാരെയൊക്കെ വിളിച്ചു നോക്കി. വിഷു കഴിഞ്ഞോണ്ട് ഒരുത്തൻ്റെ കാശില്ലെന്ന്. നീ ഒന്ന് പറയാൻ വരുമായിരുന്നെന്നാ? ശരി, ഞാൻ എന്തായാലും നോക്കിക്കോളാം. വെയ്. വിജയകാന്ത്, ഇത് ശിവമോൻ പറഞ്ഞോട്ടായിരിക്കും. അതെ. എടേ, നിന്റെ അടുത്തേക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഏരിയ കണ്ടാ ഞാൻ പിടിച്ച് ഏറി കയറ്റുന്നു. എടാ ഞാൻ അതിന് വന്നല്ല. ശിവ വന്നു കേട്ടാ. എന്തോന്നു? കുറച്ച് പൈസയാ. പൈസ? എനിക്ക് പൈസക്ക് ആവശ്യമുണ്ടെന്ന് അവന്റെ അടുത്താണോ പറഞ്ഞേ? എനിക്കറിയില്ല. അറിഞ്ഞൂടെ? എടാ അവനൊരു കോള് വന്നിട്ട് കുറെ നേരം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. എന്റെ കയ്യിലുള്ള പൈസ മൊത്തം എടുത്തുകൊണ്ട് പറഞ്ഞു നിന്റെ കൊണ്ട് തരാൻ പറഞ്ഞു. അവൻ തന്നാ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ അതാ എന്റെ തന്നോട്ടെ. കോള് വന്നെന്നാ? അവനാ ആര് കോള് ചെയ്തേ? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? എനിക്ക് പൈസ ഉണ്ടോ? നീ അവന്റെ തന്നെ തിരിച്ചുകൊണ്ടേ കൊടുത്തേക്ക്. എന്തായാലും നിന്റെ കൊണ്ട് തരണമെന്നാ അവൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടെ മേടിക്കുന്നില്ല. നീ കാശ് കൊണ്ടേ അവന്റെ കൊടുറാ. കാശ് വാങ്ങിക്കടാ. ഇതുകൊണ്ട് തിരിച്ചു തന്നാ അവനെ ചീത്ത വിളിക്കും. എനിക്ക് കാശ് വേണ്ടാ. നിനക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് അവൻ പറഞ്ഞാ വാങ്ങിക്കടാ. എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്ക് അവൻ തരുന്ന കാശ് വേണ്ട വേണ്ട വേണ്ട. എന്തോടെ പരിപാടി? ഒന്നുമില്ല. നീ എന്തോടെ? ഒന്നുമില്ല. നിന്റെ അടുത്തല്ല അവന്റെ അടുത്താ. നീ എന്തോടെ? ഞാൻ ഈ കവർ കൊടുക്കാൻ വന്ന. കവറിലെന്താ? കവറിലൊരു തേങ്ങയില്ല. എടാ പോടാ, എനിക്ക് കാശുണ്ടോ? നീ ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയി നീ അവന്റെ അടുത്ത് പോയി അവന്റെ കൊണ്ട് വിടും. കാശാ? അവനെന്തിനാ നിനക്ക് പൈസ തരണം? അത് ഷിബു അവന്റെ കാശ് കൊടുത്തുട്ടെ. ഷിബു എന്തിനാ നിനക്ക് തരണം? എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. എനിക്ക് കാശിന് ആവശ്യമുണ്ടോ അവ അറിഞ്ഞ്, അതുകൊണ്ട്. എടാ ശരിക്കും നിനക്ക് ഇതിന് മാത്രം പൈസയുടെ ആവശ്യം എന്താണ്? എനിക്ക് എന്റേതായ ആവശ്യങ്ങൾ വേണം. ഞാൻ എല്ലാം പറയണമെന്നുണ്ടോ? കണ്ടാ ഏവനും ഒരുത്തൈ, എവിടെ നടക്കണ ഒരുത്തൈ, ഒരു പരിചയം ഇല്ലാത്തവൈ തന്നു വിട്ടേക്കണ കാശ്. എന്നാലും വീട്ടിലുള്ളവര് തരരുത്. ആവശ്യം എന്തോ അത് മാത്രം ചോദിക്കും. ചേച്ചി, കേശവണ്ണന്താ വള്ളി പിടിച്ചിട്ടുണ്ട്. അത് എന്ത് വള്ളിയെ പിടിച്ചത് വാ തുറന്ന് പറഞ്ഞാലല്ലോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്വിച്ച് ഓഫ്. കേസോ ജ്യൂസ് வேண்டா. டேய், இந்த வேலுக்கு ரொம்ப நல்லா இருக்குடா, குடிடா. വേണ്ട കനകാന്റി. என்னடா இது, குடிடா. എന്നെ പൊന്നു കനകാന്റി, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ അമ്മ, കേസുക്ക് ജ്യൂസ് വേണ്ടാമാ. വേണ്ടെങ്കിൽ വേണ്ടത് വാ തുറന്ന് പറഞ്ഞാ പോരെ. എന്തിനാണ് നിലവിളിക്കണത്? വിട് ലച്ചു, പോട്ടും. എന്ത് വിടുന്നു? ആന്റി ജ്യൂസ് അത് തല കൂടെ ഒഴിച്ചൊന്നുമില്ലല്ലേ കിടക്കുന്നത് ഷോ എടുക്കാൻ? ഒഴിച്ചാടാ? ഇല്ലല്ല. എടാ എന്താണ് നിന്റെ പ്രശ്നം? അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറയണം. അല്ലാതെ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഞങ്ങൾക്കില്ല. എന്റെ പൊന്നി ചേച്ചി, എന്നെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ പറഞ്ഞാ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പറയാൻ വന്നാ? ഇല്ലല്ല. டே கேசு, ஏதாவது பிரச்சனைனா சொல்லுடா. എന്റെ കനകാന്റി, എനിക്കൊരു പ്രശ്നം ഇല്ല. എനിക്ക് കുറച്ച് സമാധാനം വേണം. അത് നിങ്ങക്ക് തരാൻ പറ്റുമോ? പിന്നെ നിന്റെ സമാധാനം ഞങ്ങൾ പോക്കറ്റിലിട്ടുണ്ട് നടക്കുവാണല്ലോ. അതെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി തരാൻ ഞാൻ വല്ലോം തരണോ? വേണ്ട, ആവശ്യമില്ല. ഞാൻ പൊക്കോളാം. പ്രശ്നം കഴിഞ്ഞല്ലോ.
നമ്മളങ്ങ് പോയേക്കാം. അവനെ പൈസ കിട്ടാത്തതിന്റെ ചുരുക്ക് തീർക്കണതാ. അവനിപ്പോ എന്തിനാ പൈസ? എവിടെയെങ്കിലും പോവാനുണ്ടായിരിക്കും, വല്ല കൂട്ടുകാരുടെ അടുത്തോ വല്ല സിനിമയ്ക്കോ അല്ലെങ്കിൽ വല്ല ട്രിപ്പോ ഇങ്ങനെയൊക്കെ കിടന്ന് ഷോ കാണിച്ച് നമ്മൾ പൈസ കൊടുക്കുമല്ലോ. ഷോ കാണിച്ചിട്ട് പൈസ മേടിക്കാനാണെങ്കിലേ അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. ആന്റിക്ക് എന്താണ് കുഴപ്പം? വെറുതെ എന്തിനാണ് അവന്റെ പുറകെ ഓരോന്നൊക്കെ ചോദിച്ചു കിടക്കണത്? ജ്യൂസ് എന്നിട്ട് കുടിച്ചാവാൻ ഇല്ലല്ല. ആ അതവിടെ കിടക്കിലേക്ക് കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കും. തന്നെത്താനെ ഞാൻ കുടിച്ചോ. இனி யாருக்குமே நான் ஜூஸ் கொடுக்க மாட்டேன். அதான். பாரு, உனக்கு ஜூஸ் வேணுமாப்பா? பாரு.